വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു, ഭാവി നശിക്കുമെന്നു, ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു, ഭാവി നശിക്കുമെന്നു, ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 34-ാം വാക്യം മുതൽ വായിക്കാം. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖവശമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയിലൊക്കെയും ഉണ്ടായ വർത്തമാനം നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് നസ്രായനായ യേശുവിനോട് ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. പത്രോസ് പറയുന്നു. പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്? യേശു ക്രിസ്തു. വേറൊരു വിഷയമില്ല പത്രോസിന്. യേശുക്രിസ്തുവിൻ്റെ വചനം, വേറൊരു വിഷയം പ്രസംഗിക്കാനില്ല. ഇത് ശ്രദ്ധിച്ച് വായിച്ചാൽ കാണാം. ആ നീണ്ട വാക്യം, അതിനകത്ത് അതിൻ്റെ സത്ത് നോക്കിയാൽ യേശുക്രിസ്തു മാത്രം. ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ തെളി നിൽക്കട്ടെ ഈ ക്രിസ്തു. നിങ്ങളുടെ മുന്നിൽ പ്രകാശം നിൽക്കട്ടെ ഈ ക്രിസ്തു. രോഗങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, രോഗക്കിടക്കയിൽ ഞരങ്ങിയും മൂളിയും കിടക്കുമ്പോൾ, സഹിക്കാൻ വയ്യാത്ത വേദനയിൽ പൊളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് നിങ്ങൾ കാണുക. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നതും അതിൻ്റെ തൃക്കരം നിങ്ങളുടെ നേരെ ഉയർത്തുന്നതും നിങ്ങൾ കാണുക. അപ്പം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പ്രിയരെ, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ മാത്രം നിങ്ങൾ കാണുക. ആകുല വേളകളിൽ, ആപത്ത് കാലങ്ങളിൽ കൂടെ നിൽക്കുന്ന ഒരു നല്ല സ്നേഹിതനാണ് യേശു. എത്ര നല്ല സ്നേഹിതൻ കർത്താവായ യേശു ക്രിസ്തു! എത്ര നല്ല സ്നേഹിതൻ! മനോഹരമായൊരു പാട്ടുണ്ട്, എത്ര നല്ല സ്നേഹിതനെന്ന്. പ്രിയപ്പെട്ടവരെ, സ്നേഹിതനായ ക്രിസ്തു, ഏറ്റവും ഉറ്റ സ്നേഹിതനായ ക്രിസ്തു, നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ക്രിസ്തു.
മാത്രമല്ല ഇഹത്തിലെ നന്മ മാത്രമല്ല, പരത്തിൽ നമുക്ക് നന്മ തരുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തു. നിത്യത്തിലേക്ക് ചെല്ലുമ്പോൾ സ്വർഗസീയോൻപുരിയിൽ നമ്മെ സ്വീകരിച്ച് ആനയിക്കുന്ന ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മരണയോർദാൻ കടക്കുമ്പോൾ മരണത്തിൻ്റെ തണുത്ത കൈകൾ നമ്മുടെ ശരീരത്തിൽ വന്ന് പയ്യെ പയ്യെ അരിച്ചരിച്ച് നീങ്ങുമ്പോൾ, മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ കാണണം, നിങ്ങളുടെ മുന്നിൽ മരണയോർദാൻ്റെ അപ്പുറത്ത് കർത്താവായ യേശു തൻ്റെ ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടിക്കൊണ്ട് നിൽക്കുന്നത്, നിങ്ങളെ സ്വീകരിക്കാൻ നിൽക്കുന്നത്. നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ ആകർഷിച്ചുകൊണ്ട് നിൽക്കുന്നത്. മാലാഖമാർ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. മാലാഖമാർ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി യേശുവിൻ്റെ മുമ്പാകെ കൊണ്ടുവന്ന് നിങ്ങളെ എത്തിക്കുന്നു. മരണയോർദാനിൽ നിങ്ങളുടെ കാലുകൾ താഴാതെ നിങ്ങളെ കാത്ത് മാലാഖമാർ കൊണ്ടുവരുന്നു. ദൈവത്തിന് സ്തോത്രം. പരദേശിമോക്ഷയാത്ര എന്ന പുസ്തകത്തിൽ ജോൺ ബനിയൻ ഒരു നല്ല രംഗം വിവരിക്കുന്നുണ്ട്. ക്രിസ്ത്യാനി എവങ്കേലിസ്റ്റിൻ്റെ വചനം കേട്ട്, സുവിശേഷകൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടു. അന്ന് തുടങ്ങി ഒരു ദുഃഖം. അയ്യോ, ഞാൻ ഈ നാശപട്ടണത്തിൽ തന്നെ ജീവിക്കുന്നല്ലോ, വേണ്ട, എനിക്ക് നാശപട്ടണം വേണ്ട. ഞാൻ ജീവിക്കുന്ന ഈ പട്ടണം നാശപട്ടണമാണ്. എൻ്റെ ഭാര്യയും മക്കളും എല്ലാം ഉണ്ട്, പക്ഷേ ഈ നാശപട്ടണമാണ്. ഭാര്യയോട് മക്കളോട് പറഞ്ഞു, മക്കളെ, ഞാൻ നാട് വിട്ട് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൻ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ മോക്ഷപുരിയിലേക്ക് പോവുകയാണ്, മോക്ഷപട്ടണത്തിലേക്ക് പോവുകയാണ്, മോക്ഷപട്ടണത്തിലേക്ക്. മക്കൾ ചോദിച്ചു, അത് എവിടെയാണ്? മക്കളെ, അത് എവിടെയാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റുകയില്ല, നടന്നു തുടങ്ങണം, നമുക്ക് പോകാം. ക്രിസ്ത്യനെ പറഞ്ഞു, ക്രിസ്ത്യൻ ഭാര്യ പറഞ്ഞു, ഇല്ല, ഞങ്ങളില്ല, അതിന് ഈ മടത്തരത്തിനൊന്നും ഞങ്ങളില്ല. ഇപ്പോൾ ഞാനും പിള്ളേരൊന്നും അങ്ങനെ ആ കൂട്ടത്തിൽ വരുന്നില്ല. നിങ്ങളും ഈ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടരുത്. അല്ലല്ല, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് പറഞ്ഞത്, ഏവങ്കലിസ്തൻ. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്, അത് എൻ്റെ കയ്യിലേക്ക് തന്നിട്ടുണ്ട്. ഞാൻ അത് വായിച്ച് ഏവങ്കലിസ്തൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോവുകയാണ്, നാശപട്ടണം വിട്ട് ഞാൻ മോക്ഷപട്ടണത്തിലേക്ക് പോവുകയാണ്. ക്രിസ്ത്യാനി ഇറങ്ങി പുറപ്പെട്ടു. കാര്യം, ഭർത്താവ് പോകുന്നതിൽ ഭാര്യയ്ക്ക് വിഷമമുണ്ട്, മക്കൾക്കും പ്രയാസമുണ്ട്. പക്ഷേ എന്നാലും ക്രിസ്ത്യാനി പുറപ്പെട്ടു. കൂടെയുള്ളവരാരും കൂടെ പോകുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വല്ലാത്തൊരു ഭാരം, വലിയൊരു ചുമട്, മുതുകത്തൊരു വലിയ ചുമടിരിക്കുന്നു, വലിയൊരു ഭാരം. അയ്യോ, ഇതെന്താണ് ഈ ഭാരം? അപ്പോഴാണ് മനസ്സിലായത്, പാവഭാരമാണ്, പാവഭാരം, ആകുലങ്ങളുടെ ഭാരം, ജീവിതത്തിലെ ആകുലങ്ങളുടെ ഭാരം, അവലാധികളുടെ ഭാരം, പാപത്തിൻ്റെയും ഭാരം. ഇത് വലിയൊരു ചുമടായിട്ടിരിക്കുന്നു. വഹിക്കാൻ വയ്യ. കുനിയാണ് പാവം പോകുന്നത്. കുനി പോകുന്നു. കുറേ ചെന്നപ്പോൾ ഒരു മല, ആ മലയിലേക്ക് കയറാൻ നേരത്ത് ഈ ഭാരത്തിൻ്റെ വിഷമം കൊണ്ട് ആൾ കുനിഞ്ഞുപോയി, വീണ്ടും കുനിഞ്ഞുപോയി. പിന്നെയും മുന്നോട്ട് പോകുന്നു. അവസാനം ചെന്നപ്പോൾ എന്തൊരത്ഭുതം, അവിടെ കുരിശ് കാണുന്നു, ഒരു കുരിശ്. ക്രിസ്ത്യാനി ആ തല താണ് ചുവന്നുകൊണ്ടിരിക്കുന്ന ആ നിലയിൽ തന്നെ പയ്യൊന്ന് കണ്ണ് പാളിച്ച് നോക്കി, കുരിശ് കണ്ടു. അവിടെ വിട്ട് മുന്നോട്ട് പോവുകയാണ്. കുരിശിൻ്റെ അപ്പുറം കടന്നപ്പോഴേക്കും എന്തൊരത്ഭുതം, ഈ വലിയ ചുമട് ഉരുണ്ടുപോയി. അത് ചുമലിൽ നിന്ന് മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ചെന്നാൽ ചുമട് മാറും. നിൻ്റെ പാവഭാര ചുമടെല്ലാം മാറും. എന്തെല്ലാം പാവങ്ങളാണ് ചെയ്ത് കൂട്ടിയത്, എന്തെല്ലാം അകൃത്യങ്ങളിലാണ് വീണുപോയത്. ഈ പാപഭാര എല്ലാം ഊർന്നു പോകും, എല്ലാം ഉരുണ്ടുപോകും. ഗിൽഗാലിൻ്റെ അനുഭവം കിട്ടും. ഉരുളിൻ്റെ അനുഭവം കിട്ടും. ഗിൽഗാലിൻ്റെ അനുഭവം കിട്ടും. ദൈവത്തിന് സ്തോത്രം. എല്ലാം ഉരുണ്ടുപോയി. ഇന്ന് ഇത് കേൾക്കുന്ന നിങ്ങളാരെങ്കിലും ആ ക്രിസ്ത്യാനിയെ പോലെ പാപത്തിൻ്റെ ഭാരം ഉരുണ്ടു മാറിയവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എല്ലാ ഭാരങ്ങളും മാറി. എന്തൊരു കൊള്ളരായ്മയിലൊക്കെയാണ് ജീവിച്ചത്. ഓർക്കുമ്പോൾ നിന്ന് ലജ്ജ തോന്നുന്നു, ചിലപ്പോൾ ഭയം തോന്നുന്നു, ചിലപ്പോൾ അറപ്പ് തോന്നുന്നു. എൻ്റെ കർത്താവേ, ഇതെല്ലാം ഉരുണ്ടുപോകാനൊരു ദിവസമുണ്ടോ എനിക്ക്? സഹോദരങ്ങളെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലൊരു ദിവസമുണ്ട്. അത് ഇന്നാകട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പാവഭാര ചുമടെല്ലാം വിട്ടുപോകുന്ന ദിവസം ഇന്നായിക്കൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. പാവഭാര ചുമടെല്ലാം ചുമലിൽ നിന്ന് പോയി, താഴെ പോയി. ഇനി നിവർന്ന് നടക്കുകയാണ്. പിന്നെ ഒട്ടേറെ പ്രതിസന്ധികൾ. നിങ്ങൾ പരദേശി ക്ഷേത്രം വായിച്ചാൽ വളരെ ആസ്വാദ്യകരമായ കഥ പോലെ വായിച്ചു പോകാം. നല്ല പുസ്തകമാണ്. ഒട്ടേറെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു. മായച്ചന്ത കടന്നു. മായച്ചന്ത അരുതാത്ത പല രംഗങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടിക്ക് വന്നു. ഒരു സംശയക്കോട്ടയ്ക്കകത്ത് പിടിച്ച് കെട്ടിയിട്ടു, പിശാച് ബന്ധിച്ചിട്ടു. സംശയക്കോട്ട. അപ്പോഴാണ്
അത് നിലവിളിച്ചു, അയ്യോ ഞാൻ ഇത്രയും യാത്ര ചെയ്തിട്ടും ഞാൻ സംശയക്കോട്ടയ്ക്കകത്തായി പോയല്ലോ, അവിശ്വാസം വന്നു പോയല്ലോ, ഇനി എന്തു ചെയ്യും? ഇന്ന് പുറത്ത് കിടക്കാൻ മാർഗം കാണുന്നില്ല. അപ്പോഴാണ് ഒരു താക്കോൽ തൻ്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലായത്. സംശയക്കോട്ടയുടെ പൂട്ട് തുറക്കാനുള്ള താക്കോൽ, വിശ്വാസം താക്കോൽ പോക്കറ്റിലുണ്ട്. പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് കോട്ട തുറന്നു. പിന്നെ യാത്ര ചെയ്തു. അവസാനം ചെന്ന് ചേരുകയാണ് യോർദാൻ്റെ തീരത്ത്, യോർദാൻ്റെ തീരത്ത് ബെയ്യൂല നാട്ടിലേക്ക് അടുക്കാൻ പോകുന്നു. സ്തോത്രം. അപ്പോൾ കൂടെ ഒരു വിശ്വാസിയുണ്ട്, ഒരു വിശ്വാസി. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇപ്പോൾ പോകുന്നത്. ആ നദി കിടക്കുകയാണ്, യോർദാൻ കിടക്കുകയാണ്. വിശ്വാസിക്ക് ഒരു ക്ഷീണവുമില്ല, യോർദാൻ കിടക്കുമ്പോൾ പ്രയാസവുമില്ല. പക്ഷേ പാവം ക്രിസ്ത്യാനി വിഷമിക്കുകയാണ്. ക്രിസ്ത്യാനി പറയും, അയ്യോ സ്നേഹിതൻ, ഞാൻ താണു പോകുന്നല്ലോ, ഈ യോർദാനിൽ ഞാൻ താണു പോകുന്നല്ലോ, എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല, എങ്ങും പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, മരണനേരത്തോടെ എടുക്കുമ്പോൾ ഇതൊക്കെ വരും. പിടുത്തം കിട്ടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എവിടെയെങ്കിലും ഉറച്ച് പിടിക്കാൻ പറ്റുന്നില്ല, താണു പോകുന്നു, ഒരു സ്വസ്ഥതയില്ല. അയ്യോ ഞാൻ പോവുകയാണ്, നഷ്ടപ്പെടുകയാണല്ലോ, അയ്യോ ഞാൻ പാതാളത്തിലേക്ക് പോവുകയാണോ, ഭയം വരുന്നു. അവസാന സമയത്ത് ദൈവത്തിന് സ്തോത്രം, ക്രിസ്ത്യാനി ഭയപ്പെടുന്നില്ല. അയ്യോ സ്നേഹിത, ഞാൻ എന്ത് വേണ്ടു, അയ്യോ എനിക്ക് വയ്യ, ഞാൻ താണു പോകുന്നു, എനിക്ക് കാലം ഉറയ്ക്കുന്നില്ല. ഉടനെ വിശ്വാസി പറഞ്ഞു, നീ ഈ യോർദാനിലെ വെള്ളത്തിലേക്ക് നോക്കാതെ നീ ഒരു കാര്യം ചെയ്യുക, അപ്പുറം നിൽക്കുന്ന രാജകുമാരനിലേക്ക് നോക്കൂ. അപ്പുറത്ത് രാജകുമാരൻ നിൽക്കുന്നുണ്ട്. ആരാത്? യേശു ക്രിസ്തു. അങ്ങോട്ട് നോക്കി. സ്തോത്രം. അവിടെ കൈ നീട്ടി നിൽക്കുകയാണ്, സ്വീകരിക്കാൻ കരം നീട്ടി നിൽക്കുകയാണ്. ക്രിസ്ത്യാനി സന്തോഷത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് വളരെ വേഗം അക്കരെ എത്തിക്കഴിഞ്ഞു. പെട്ടെന്ന് ക്രിസ്തുവിലേക്ക് നോക്കി സമാധാനം കിട്ടി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സമാധാനം കിട്ടാൻ പല മാർഗ്ഗങ്ങൾ തേടിയിട്ടുണ്ടാകും. ഒരു സമാധാനം കിട്ടാൻ ഈ കഷ്ടപ്പാട് മറക്കാൻ മദ്യം കുടിച്ചിട്ടുണ്ടാകും. ഈ കഷ്ടപ്പാടും ദുരിതമുള്ള ലോകത്ത് ഇങ്ങനെ ജീവിക്കും. ഒരു അല്പനേരമെങ്കിലും ഒരു സന്തോഷം കിട്ടുന്ന വിചാരിച്ച് മദ്യം കുടിച്ചിട്ടുണ്ടാകും. അല്പനേരമെങ്കിലും ആശ്വാസം കിട്ടുന്ന വിചാരിച്ച് വല്ല സിനിമയോ അല്ലെങ്കിൽ നാടകമോ അല്ലെങ്കിൽ കഥാകാലക്ഷേപമോ അതിനൊക്കെ പോയിട്ടുണ്ടാകും. ഒരു സമാധാനം കിട്ടാൻ, ഒരു രസം കിട്ടാൻ, റിക്രിയേഷൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സമാധാനം വേണമോ? സമാധാനം വേണമെങ്കിൽ യേശു വന്നിട്ടുണ്ട്. നിങ്ങൾ അവനിലേക്ക് നോക്കൂ. യേശു അടുത്ത് നിൽക്കുന്നുണ്ട്. അവനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, നിങ്ങൾ സൂക്ഷിച്ച് നോക്കൂ. അവൻ്റെ മുഖം പ്രസന്നമാണ്. മോനെ, നിൻ്റെ നേരെ അവൻ പ്രസന്നതയോടെ നോക്കുകയാണ്. മോളെ, നിൻ്റെ നേരെ അവൻ സ്നേഹത്തോടെ നോക്കുകയാണ്. അവൻ നീ പാപം ചെയ്തെന്നുള്ളതുകൊണ്ട് നിന്നോട് വഴക്കില്ല. സ്തോത്രം. നീ തെറ്റായ വഴിയിൽ ജീവിച്ചതുകൊണ്ട് മോളെ നിന്നോട് വഴക്കില്ല. നീ എന്നും കലഹക്കാരിയാണെന്നുള്ളതുകൊണ്ട് നിന്നോട് വഴക്കില്ല. മോനെ, നീ പല തെറ്റുകളിലും കുടുങ്ങിപ്പോയെങ്കിലും നിന്നോട് വഴക്കില്ല. നിന്നെ രക്ഷിക്കാനാണ് അവൻ വന്ന് നിൽക്കുന്നത്. നിൻ്റെ ഭുജത്തിൽ, നിൻ്റെ വലങ്കരത്തിൽ പിടിക്കാനാണ് അവൻ വന്ന് നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ നിൻ്റെ വലങ്കരത്തിൽ പിടിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ. ഈ ചേറിൽ താണു പോകുമ്പോൾ നിന്നെ പിടിച്ചുയർത്താൻ യേശു വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പാപത്തിൽ ആണ്ടാണ്ട് പോകുമ്പോൾ നിന്നെ ഉയർത്താൻ യേശു വന്നിട്ടുണ്ട്. ആ നല്ല രക്ഷകനെ നിങ്ങൾ കാണൂ. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷ. യേശു ക്രിസ്തു സ്വർഗമാണ്. സ്വർഗത്തേക്കാൾ ഉയർന്നവനാണ്. ഇവനെത്ര മഹാനെന്ന് നോക്കുവീൻ, ഇവനെത്ര മഹാനെന്ന് നോക്കുവീൻ. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഇങ്ങനെയുള്ള ഒരു മഹാപുരുഷനല്ലോ നമുക്ക് വേണ്ടിയത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ദൈവത്തിന് സ്തോത്രം. ധൈര്യത്തോടെ ചെല്ലാം, ആർക്കും ചെല്ലാം. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ട്, തെറ്റുണ്ട്, പക്ഷേ എല്ലാം കർത്താവേ തീർന്നു. ഇന്ന് ഞാൻ ഈ വചനം കേൾക്കുമ്പോൾ എല്ലാം തീർന്നു, ഞാൻ തീർക്കുകയാണ്. ഇത് എൻ്റെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ അവസാന ദിനമാണ്. ഇന്ന് ഞാനിതാ ജീവിതത്തിൽ വിശുദ്ധിയുടെ ആദ്യ ദിനം ഞാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇനിമേൽ എൻ്റെ നാഥൻ ദുഃഖിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല. എനിക്ക് വേണ്ടി ക്രൂശിൽ പെടഞ്ഞവൻ വേദനിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല. എനിക്ക് വേണ്ടി രക്തം ചിന്തിയവൻ വേദനിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല. എനിക്ക് വേണ്ടി പ്രാണൻ വെടിഞ്ഞവൻ, ഇന്ന് ക്രൂശിന്മേൽ കിടന്ന് പ്രാർത്ഥിച്ചവൻ, പിതാവേ ഇവർ ചെയ്യുന്ന എന്നതെന്ന് ഇവർ അറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചവൻ, അവൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നതിനാൽ ഞാൻ ഇനിയും ദുഃഖിതനായി നടക്കേണ്ടി വരികയില്ല.
യേശുവേ, നീയാണ് എൻ്റെ ഉടമസ്ഥൻ, നീയാണ് എൻ്റെ ഉടയവൻ. സ്തോത്രം. നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട് ഇപ്പോൾ. കർത്താവേ, ഈ ശരീരം നിൻ്റെയാണ്, ഇത് ഞാൻ നിനക്ക് വിട്ടുതരുന്നു. എൻ്റെ ഈ കൈകൾ നിൻ്റെയാണ്, നിനക്ക് ഞാൻ വിട്ടുതരുന്നു. എൻ്റെ ഈ നാവ് നിൻ്റെയാണ്, ഈ നാവ് നിനക്ക് വിട്ടുതരുന്നു. എൻ്റെ കണ്ണുകൾ നിൻ്റെയാണ്, നിനക്ക് വിട്ടുതരുന്നു. നീ തൊട്ട് ശുദ്ധീകരിച്ച കണ്ണുകൾ, ഹല്ലേലൂയ. നീ തൊട്ട് ശുദ്ധീകരിച്ച നാവുകൾ, കർത്താവേ, നീ തൊട്ട് ശുദ്ധീകരിച്ച കൈകൾ, കാലുകൾ എല്ലാം, നീ തൊട്ട് ശുദ്ധീകരിച്ച തലച്ചോറ്, ഹല്ലേലൂയ. നീ തൊട്ട് ശുദ്ധീകരിച്ച ഹൃദയം, ഓരോയും നിൻ്റെ തൃക്കരം തൊട്ടതാണ്. കാരണം ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ്. സ്തോത്രം. എന്നേക്കുമായി ഞാൻ കൈമാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ കൈകളിലേക്ക് കൈമാറിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഈ ജീവിതം കർത്താവിന് കൊടുത്തു എന്ന് ഉറപ്പുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതുവരെ ഉറപ്പ് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് പ്രാപിക്കാം. ക്രിസ്തു അരികത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നഷ്ടപ്പെടുത്താതെ കർത്താവ് നിങ്ങൾ പറയണം, കർത്താവേ, ഞാനൊരു പാവിയായ മനുഷ്യനോട് ഇരിക്കുന്നുണ്ട്, ഒരു ബലഹീനനായ മനുഷ്യനോട് ഇരിക്കുന്നുണ്ട്, കഴിഞ്ഞ കാലങ്ങൾ നഷ്ടപ്പെടുത്തിയ പാഴാക്കിയ ഒരു ദുഷ്ടഭാവിയോടെ ഇരിക്കുന്നുണ്ട്. യേശുവേ, ഇവിടെ ഇരിക്കുന്നതിനെ നീ ഒന്ന് കാണണമേ. ദ്രവ്യാഗ്രഹവും കൊള്ളലാഭവും മാത്രം ലാക്കാക്കിയിരുന്ന ഒരു ദുഷ്ടനായ മനുഷ്യനോട് ഇരിക്കുന്നുണ്ട്, ക്രൂരനും കഠിനഹൃദയനുമായ ഒരു മനുഷ്യനോട് ഇരിക്കുന്നുണ്ട്. ദാദാ, നീ എന്നെ ഒന്ന് നോക്കണമേ. എന്നെ നീ കണ്ടിട്ടേ പോകാവൂ കർത്താവേ. എൻ്റെ അരികിലേക്ക് നീ വരുന്നുണ്ടല്ലോ, എൻ്റെ മേൽ നിൻ്റെ ആണിപ്പാടകരൊന്ന് വെച്ചിട്ടേ നീ പോകാവൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, യേശുവിനോട് നിങ്ങൾ യാചിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കൂ. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയൂ, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട കർത്താവേ, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ യേശു മതി. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ യേശു മതി. സ്തോത്രം. എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, ആശ്രയം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആശ്രയം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലരുടെ പുസ്തകം 10-ാം അധ്യായം തുടർന്നുള്ള വാക്യം വായിക്കാം. ഒന്നുകൂടെ വായിക്കാം. 36-ാം വാക്യം മുതൽ. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയിലൊക്കെയും ഉണ്ടായ വർത്തമാനം, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ 3.5 വർഷത്തെ പരശുശ്രൂഷ ഇവിടെ ഈ ഒറ്റ വാക്യത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. 3.5 വർഷം കർത്താവ് പ്രവർത്തിച്ചു, ഗലീലാ നാടുകളിലൊക്കെയും സഞ്ചരിച്ചു. ഒരു 200 നാഴികയിൽ കൂടുതൽ വിസ്താരത്തിൽ കർത്താവ് പോയിട്ടില്ല. അവിടെ ആ ഗലീല ഡിസ്ട്രിക്റ്റിൽ കൂടുതൽ പ്രവർത്തിച്ചു, കഫർനഹൂമിൽ പ്രവർത്തിച്ചു. കർത്താവ് ഗനേസരത്ത് തടാകത്തിൻ്റെ ഇക്കരയും അക്കരയുമായി പ്രവർത്തിച്ചു. ഒരു 200 മൈലിനപ്പുറം ചുറ്റളവിനുള്ളിൽ കർത്താവ് പ്രവർത്തിച്ചു. 200 മൈലിനപ്പുറം പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ തുടങ്ങിയ ആ സുവിശേഷം ഇന്ന് ദിഗന്ധങ്ങളിൽ മാറ്റൊലിക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ തുടങ്ങിയ ആ സുവിശേഷം അനേകരെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അനേകം ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തോമസ് ആൽവാ എഡിസൺ, അദ്ദേഹം പഠിക്കാൻ ചെന്നപ്പോൾ ക്ലാസ് ടീച്ചർ പറഞ്ഞു, നീ പഠിക്കാൻ കൊള്ളാത്തവനാണ്, നീ ക്ലാസ് ചേരാത്തവനാണ്, യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദ ക്ലാസ്, ഈ ക്ലാസ് ചേരാത്തവനാണ് എന്നും അങ്ങനെ പറയുമെങ്കിലും ഒടുക്കൊരു ദിവസം ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. വേണ്ട, നീ ഈ സ്കൂളിലേക്ക് വരണ്ട, നിനക്ക് എന്ത് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, നിനക്ക് ബുദ്ധിയില്ല. ദൈവത്തിന് സ്തോത്രം. പാവം തോമസ് ആൽവാ എഡിസൺ, അവൻ വീട്ടിൽ ചെന്ന് ഏങ്ങടിച്ച് കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു, കട്ടിലിൻ്റെ കീഴേ കയറി കിടക്കുകയായിരുന്നു. അമ്മ അന്വേഷിച്ചു, മോൻ വരേണ്ട സമയത്ത് വന്നില്ലല്ലോ. അന്വേഷിച്ച് അപ്പോൾ ഞരക്കം കേൾക്കാം, ഒരു ഏങ്ങലടി കേൾക്കാം. അമ്മ നോക്കിയപ്പോൾ കട്ടിലിൽ ചുവടെ പാവം കിടക്കുകയാണ്. മോനെ അമ്മ വാരിയെടുത്തു, അവനെ ചേർത്തണച്ച് പിടിച്ച് നിർത്തി. മോനെ എന്തേ കരയുന്നത്? അമ്മേ, ഞാൻ ഇന്നും സാർ എന്നെ ആക്ഷേപിച്ചു, ഇന്നും ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞു നീ ഈ ക്ലാസ്സിന് ചേർന്നതല്ല എന്ന്, യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദ ക്ലാസ്. അമ്മേ, ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു, നീ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടപ്പോൾ ഞാൻ നേരെ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോയി. അപ്പോൾ
കളിക്കുന്ന കുട്ടികൾ പറഞ്ഞു, വേണ്ട നീ ഇങ്ങോട്ട് വരണ്ട, യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദ പ്ലേ ഗ്രൗണ്ട്, നീ ഈ പ്ലേ ഗ്രൗണ്ട് ചേർന്നവനല്ല, നിനക്ക് പഠിക്കാനറിയാൻ പാടില്ല, കളിക്കാനറിയാൻ പാടില്ല, പൊയ്ക്കോ. അമ്മയെ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, എനിക്ക് ആരുമില്ല. അമ്മ അവനെ ചേർത്തണച്ച് പിടിച്ചു. മോനെ, അമ്മയുടെ ദൈവം നിന്നെ രക്ഷിക്കും, നിൻ്റെ അമ്മയുടെ ദൈവം നിന്നെ കാത്തുകൊള്ളും. സ്തോത്രം. അമ്മ വിശ്വാസിയായിരുന്നു. മോനെ ഞാൻ നിന്നെ പഠിപ്പിക്കാം, എൻ്റെ കർത്താവ് നിനക്ക് ആവശ്യമുള്ളതെല്ലാം പറഞ്ഞു തരാൻ എനിക്ക് ബുദ്ധി തരും. ഈ അമ്മ പഠിപ്പിച്ച് വളർത്തിയെടുത്ത കുഞ്ഞാണ് തോമസ് ആൽവ എഡിസൺ. പിന്നെ അവൻ ക്ലാസ് റൂം കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പിൽക്കാലത്ത് 500-ലേറെ കണ്ടുപിടുത്തങ്ങൾ, ഇപ്പോൾ ഇലക്ട്രിക് ബൾബ് തുടങ്ങിയുള്ള 500-ലേറെ കണ്ടുപിടുത്തങ്ങൾ നേടിയെടുത്ത മഹാനായ തോമസ് ആൽവ എഡിസൺ ക്ലാസ്സിന് ചേരാത്തനായിരുന്നു. എന്നാൽ ആ ക്ലാസ് മുറിയിൽ തോമസ് ആൽവ എഡിസൻ്റെ ഫോട്ടോ വെച്ചു. അന്നത്തെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, ഈ കാണുന്ന ഫോട്ടോ ആരുടെയെന്നറിയാമോ? ഈ ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടിയാണ്, ക്ലാസ്സിന് ചേരാത്തനാണെന്ന് പറഞ്ഞ് അന്നത്തെ ക്ലാസ് ടീച്ചർ പറഞ്ഞു വിട്ട കുട്ടിയാണ്. അവൻ വളർന്നു. അവനിന്ന് ലോകമെങ്ങും പ്രസിദ്ധനാണെന്ന് മാത്രമല്ല, അനേകർക്ക് വളരെ വിശ്രുതമായ 500-ലേറെ കണ്ടുപിടുത്തങ്ങളുടെ ഉടമയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. കർത്താവായ യേശുവിൻ്റെ സുവിശേഷം ഹൃദയത്തിൽ വന്ന അമ്മ മോനെ പഠിപ്പിച്ചു ഉയർത്തി. നിങ്ങൾക്കുണ്ടാവും ഐസക് ന്യൂട്ടൺ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അന്ന് അപ്പൻ മരിച്ചുപോയി. അമ്മ വേറെ വിവാഹം കഴിച്ചു പോവുകയും ചെയ്തു. അപ്പൻ്റെ അമ്മ ഗ്രാൻഡ് മദറാണ് എന്നെ വളർത്തിയത്. ഗ്രാൻഡ് മദർ ഈ മോനെ വളരെ കാര്യമായി തന്നെ വളർത്തി. അവൻ കരയുമ്പോഴെല്ലാം അമ്മമ്മ പറയും, മോനെ നീ കരയണ്ട, നിനക്കൊരപ്പനുണ്ട്, അപ്പൻ പോയി നോർത്ത് കരയണ്ട. അവൻ മനസ്സാവില്ല. മോനെ, സ്വർഗത്തിലെ ദൈവം നിൻ്റെ അപ്പനാണ്. മോൻ ഇങ്ങനെ പറയൂ, ഗോഡ് ഈസ് മൈ ഫാദർ. പറയൂ, ഗോഡ് ഈസ് മൈ ഫാദർ. അവനെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കും. 24 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ദ ലോ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ച വിശ്രുത ശാസ്ത്രജ്ഞനായി മാറി. സ്തോത്രം. ശാസ്ത്രജ്ഞന്മാർ ഈ നസ്രയത്തിലെ കർത്താവായ യേശുവിൻ്റെ സ്വാധീനം കൊണ്ട്, സുവിശേഷത്തിൻ്റെ ശക്തി കൊണ്ട് അനേകർ വിശ്വാസികളായി തീർന്നു. സ്തോത്രം. ദൈവമേ, എനിക്ക് പറയാൻ തോന്നുന്നല്ലോ. കർത്താവിന് സ്തോത്രം. മൈക്കിൾ ഫാരഡേ പറഞ്ഞു, മരിക്കാൻ നേരത്ത് പറയുകയാണ്, എന്താണ് അങ്ങയുടെ ഭാവിയെക്കുറിച്ച്? വലിയ ശാസ്ത്രജ്ഞനായിരുന്നു. മൈക്കിൾ ഫാരഡയോട് ചോദിച്ചപ്പോൾ ഭാവിയെക്കുറിച്ച്, മരണശേഷമുള്ള ജീവിതം എന്താണ്, ഉറപ്പുണ്ടോ? പറഞ്ഞു, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ആരെ വിശ്വസിക്കുന്നത് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. സ്തോത്രം. ക്ലോറോഫോം, മനുഷ്യൻ്റെ ബോധം കെടുത്തുന്ന ക്ലോറോഫോം കണ്ടുപിടിച്ച സിംസൺ ചോദിച്ചു, അങ്ങയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണെന്ന് ചോദിച്ചു ചിലർ. ഇതും പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം മനുഷ്യനെ മയക്കുന്ന ക്ലോറോഫോം കണ്ടുപിടിച്ചതല്ല, എന്നെ മയക്കിയ ക്രിസ്തുവിനെ കണ്ടെത്തിയതാണ്. ഹല്ലേലൂയ. മനുഷ്യരെ മയക്കുന്ന ക്ലോറോഫോം കണ്ടുപിടിച്ചതല്ല, എന്നെ മയക്കിയ ക്രിസ്തുവിനെ കണ്ടെത്തിയതാണ്. ശാസ്ത്രന്മാരുടെ കാര്യമേ പറഞ്ഞുള്ളൂ. കവികൾ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ, തത്വജ്ഞാനികൾ. ദൈവത്തിന് സ്തോത്രം. ഫ്രഞ്ച് വിപ്ലവത്തിന് ആക്കം കൂട്ടിയ ഒരു ദാർശനികനായിരുന്നു, തത്വചിന്തകനായിരുന്നു വോൾട്ടയർ. അദ്ദേഹം പറഞ്ഞു, 12 മുക്കുവത്തൊഴിലാളികൾ വേണ്ടി വന്നു ഈ യേശുവിനെ സുവിശേഷം പ്രചരിപ്പിക്കാൻ. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഒരാൾ മതി, ഒരു ഫ്രഞ്ചുകാരൻ മതി, ഒരാൾ മതി ഈ സുവിശേഷം നശിപ്പിക്കാൻ. ഒരു 50 വർഷത്തിൽ കഴിഞ്ഞ് ഈ സുവിശേഷത്തിൻ്റെ ഒറ്റ പ്രതിയും ആരും വാങ്ങിക്കുകയില്ല, ഈ ഭൂമുഖത്ത് കാണുകയില്ല. വേദപുസ്തകം ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി പോകും. വിലയില്ലാത്ത പുസ്തകം, വിലകെട്ട പുസ്തകം എന്ന് പറഞ്ഞു. എവിടെ ഇരുന്നത് പറഞ്ഞു? ആ കെട്ടിടം മുഴുവനും ഇന്ന് യൂറോപ്പിലെ ബൈബിൾ സൊസൈറ്റിയുടെ വലിയ ശ്രീഭണ്ഡാരമായി മാറിയിരിക്കുന്നു, വലിയ കലവറയായി മാറിയിരിക്കുന്നു, ഗോഡൗണായി മാറിയിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എത്രയോ പേരെ ആകർഷിച്ചു യേശു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് തോന്നുന്നത്? യേശുവിനെ പിന്തുടരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒരു പുതിയ ജീവിതം തുടങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? യേശുവിൻ്റെ അരികത്ത് തോന്നുന്നത് നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളെ തൊട്ടത് നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളുടെ തലമേൽ യേശുവിൻ്റെ കരം വെച്ചത് നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളുടെ തലമേൽ യേശുവിൻ്റെ കരം വെച്ചത് നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളുടെ തലയിൽ ഒരു നനവ് കിട്ടിയോ? അല്ല, നിങ്ങളുടെ തലയിൽ ഒരു തീജ്വാലയുടെ ചൂടേറ്റ അനുഭവം കിട്ടിയോ? ഹൃദയം ചൂട് പിടിച്ചോ? ഇതെല്ലാം മായയാണെന്ന് മനസ്സിലായോ? മാറാത്ത യേശു മാത്രമാണെന്ന് മനസ്സിലായോ?
നിങ്ങളുടെ പാവവും എല്ലാം പരിഹരിക്കുന്നതിനാണെന്ന് മനസ്സിലായോ? എല്ലാ പാവവും എല്ലാം കഴുകി മാറ്റുന്നതിനാണെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് ശോഭനമായ ഭാവി തരുമെന്ന് മനസ്സിലായോ? എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏറ്റവും നിരാശപ്പെട്ടൊരു മനുഷ്യനായിരുന്നു ഞാൻ. ഏറ്റവും നിരാശപ്പെട്ടിരുന്നു. യേശുവിൻ്റെ ഉള്ളത്തിൽ വന്നപ്പോൾ നിരാശ മാറി. യേശു ഹൃദയത്തിലേക്ക് വന്നപ്പോൾ 1 വയസ്സിലപ്പൻ മരിച്ചുപോയി ഞാൻ. ദൈവത്തിന് സ്തോത്രം. 30-ാമത്തെ വയസ്സിൽ വിധവയായ എൻ്റെ പാവപ്പെട്ട അമ്മേനെ വളർത്തി. ഞാൻ അതിനെപ്പോലും ഞാൻ വളർന്നു. സങ്കടഭാരന്തിങ്ങനായി ജീവിച്ചു. എന്നാൽ യേശുവിനെ തൊട്ടതുകൊണ്ട് ഞാൻ സമാധാനമായി കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് യേശുവിനെ വേണമോ? നിങ്ങൾക്ക് യേശുവിനെ അരികത്ത് വന്നിട്ടുണ്ട്. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മതി, കർത്താവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഒറ്റയ്ക്കൊരു വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ രക്ഷകനായ യേശുവേ, എനിക്ക് വേണ്ടി രക്തം ചിന്തി യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ. അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുകയും. ഹല്ലേലൂയ, സ്തോത്രം. ജീവനുള്ള സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. പാപികളും പാവപ്പെട്ടവരുമായി ഞങ്ങളെ സന്ദർശിച്ചതിനായി സ്തോത്രം. അപ്പോൾ അവിടുത്തെ ഞങ്ങളുടെ മേൽ വെച്ചതിനായി സ്തോത്രം. ഈ നിൻ്റെ മക്കൾ കർത്താവേ, വിശന്ന് പൊരിഞ്ഞു വന്നിരിക്കുന്ന ഈ മക്കൾക്ക് സ്വർഗീയ ഭോജനം നൽകിയതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, ഇടയില്ലാത്ത ആടുകളെ പോലെ ചിന്തിച്ചെറിയ ഈ മക്കളെ എൻ്റെ കരുണയുള്ള കർത്താവ് നല്ല ഇടയനായി ചേർത്ത് അണയ്ക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. നിത്യജീവന് വേണ്ടി ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം. കർത്താവ് നിത്യസ്വർഗത്തിന് വേണ്ടി ഞങ്ങളെ കരുതിയതായി സ്തോത്രം. എൻ്റെ കർത്താവ് 2ാമത്തെ വരവിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. എല്ലാവരെയും നന്മകളാൽ അലങ്കരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.